പ്രൈസലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യം. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോടെ പൂർണ്ണമായി പറ്റി നിന്നു. നോക്കൂ പ്രിയ മക്കളെ, യഹോവയോടെ പൂർണ്ണമായി പറ്റി നിന്നുവെന്ന് കാലേബ് യോശുവയോട് പറയുക. ഇതുപോലെ നമുക്ക് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. യഹോവയോട് പറ്റി നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയുടെ പൂർണ്ണമായി പറ്റി നിന്നു. പ്രിയ മക്കളെ, ദൈവസന്നിധി ഹല്ലേലൂയ എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. നമ്മുടെ കൂടെയുള്ളവർ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാകണമെന്നില്ല, ഒരേ ചിന്താഗതിയിൽ പോകുന്ന ആൾക്കാരാകണമെന്നില്ല. പക്ഷെ ഇവിടെ നോക്കൂ, കാലേബ് ഹല്ലേലൂയ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ എന്താണ് പറഞ്ഞതെന്ന് സംഖ്യാ പുസ്തകം 13-ാം അധ്യായം 31-32 വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. കൂടാതെ ദുർവർത്തമാനമായി പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ നിവാസികളെ തിന്നുന്ന ദേശമാണ്. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്കി മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. നോക്കൂ പ്രിയ മക്കളെ, കൂടെ വരുന്നവർ ഹല്ലേലൂയ നമ്മളെ ബലഹീനത ഹല്ലേലൂയ നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തവരാ, നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല, അവരുടെ മുന്നിൽ നമ്മൾ ഒന്നുമില്ല. ഇവിടെ പറയുന്ന വെട്ടുക്കിളികളെ പോലെയൊക്കെയാന്നാ പറഞ്ഞേ. പക്ഷേ സംഖ്യാപുസ്തകം 13-30 കാലേബ് മോശയോട് പറയുന്നൊരു വാക്കുണ്ട്. കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. നോക്കൂ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നമുക്ക് കനാൻ ദേശം ഹല്ലേലൂയ ഒറ്റുനോക്കാൻ പോകുവാൻ പറഞ്ഞപ്പോൾ പലരും പലതും പറഞ്ഞു. നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റത്തില്ല. അവിടെയുള്ള ദേശനിവാസികളെ ഹല്ലേലൂയ അതികായകന്മാരാണ്, നമ്മളെക്കാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ മുന്നിൽ നമ്മൾ വെട്ടുക്കിളികളെ പോലെ ഹല്ലേലൂയ അവരുടെ കാഴ്ചയ്ക്ക് നമ്മൾ അങ്ങനെ തന്നെയാ, ഒരു വ്യത്യാസവും ഇല്ലെന്നൊക്കെ പറയുമ്പോഴും ഹല്ലേലൂയ കാലേബ് പറയുന്നുണ്ട്, അല്ല നമുക്ക് പോകാം, നമുക്ക് ആ ദേശം കൈവശമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 14-24 കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശം ഹല്ലേലൂയ ഞാൻ അവനെ എത്തിക്കും, ആ ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. പ്രിയ മക്കളെ ഹല്ലേലൂയ. നോക്കൂ, ഉറപ്പോട് നിൽക്കുന്ന ദൈവ മക്കളെ കർത്താവ് കൈവിടത്തില്ല. ഹല്ലേലൂയ. പൂർണ്ണമായി ദൈവസന്നിധി നമ്മൾ അനുസരണത്തോട് നിൽക്കാമോ, ദൈവ കൽപ്പന അനുസരിച്ച് ജീവിക്കാമോ, അവരെ മാത്രമല്ല അവരുടെ സന്തതിയെയും കൂടെ അനുഗ്രഹിക്കുന്ന അപ്പന. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 1-36 പറയുന്നുണ്ട്, യെഫുന്നെയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവന്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു. പ്രിയ മക്കളെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഇതുപോലെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് കർത്താവ് അനുഗ്രഹങ്ങളെ കൊടുക്കും. പക്ഷേ ദൈവകൽപ്പന അനുസരിക്കാതെ ഹല്ലേലൂയ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്നത് നോക്കൂ. സംഖ്യാപുസ്തകം 14-22 മുതലുള്ള വാക്യത്തിൽ എഴുതുന്നുണ്ട്, എൻ്റെ തേജസ്സും മിസ്രൈമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല, എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല.
പ്രീതി മക്കളെ നോക്കൂ, ഹല്ലേലൂയ. യഹോവയെ നിരസിച്ച് യഹോവയുടെ വാക്ക് കേൾക്കാതിരിക്കുന്നവരെ ഹല്ലേലൂയ വാഗ്ദത്ത ദേശം കാണിക്കത്തില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 14:29-30 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സു മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എന്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല. പ്രിയ മക്കളെ നോക്കൂ, നമ്മളിലുള്ള പിറുപിറുപ്പുകളൊക്കെ മാറ്റി കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കാലേബ് വിശ്വസ്തനായി ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട അവകാശം പൂർണ്ണമായി പ്രാപിച്ചു. ഹല്ലേലൂയ. നോക്കൂ, ഇന്ന് നമ്മളെയും ഏൽപ്പിച്ചിരിക്കുന്നത് നാം വിശ്വസ്തയോടെ പിറുപിറുപ്പ് കൂടാതെ ചെയ്യുകയാണെങ്കിൽ കർത്താവ് നമ്മെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ അപ്പനോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. നോക്കി, ഈ കാലേബിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പുതിയ നിയമവിശ്വാസികളുടെ വിശ്വസ്തതയെയും പിതാവിൽ നിന്നുള്ള വാഗ്ദത്തങ്ങളെ, അതായത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുന്നതിന് മാതൃക. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 1:4-5 വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. നോക്കൂ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കാലേബ് വിശ്വസ്തനായി നിന്നതുപോലെ നമ്മളും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി തന്നെ ആ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട് ഹല്ലേലൂയ. നോക്കൂ, കാലേബിന് ലഭിച്ച അനുഭവം. ഹല്ലേലൂയ. അതായത് എന്താണ് ലഭിച്ചത്? അതായത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 45 ഹല്ലേലൂയ അതായത് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ 9-ാം വാക്യം മുതൽ നമുക്ക് യോശുവയുടെ പുസ്തകം 14:9 മുതലുള്ള വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോട് വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിനെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പട വെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരെ ഹല്ലേലൂയ ആരോഗ്യത്തോട് ബലത്തോടെ ഹല്ലേലൂയ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. നോക്കൂ, ഹല്ലേലൂയ. ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ 45 വയസ്സായിരുന്നെങ്കിൽ ഇപ്പോൾ 85 വയസ്സായപ്പോൾ ഹല്ലേലൂയ അതേ ശക്തിയോട് ആരോഗ്യത്തോട് നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം കാലേബ് അത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പിതാവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന മക്കൾ തളരുവാൻ അപ്പൻ അനുവദിക്കുകയില്ല. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പൂർണ്ണമായി യഹോവയുടെ പറ്റി നിൽക്കാം. ഹല്ലേലൂയ. പറ്റി നിൽക്കുന്ന പ്രിയ ദൈവമക്കളുടെ കുടുംബത്തെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, യഹോവയോട് പറ്റി നിന്നാൽ ദൈവിക അനുഗ്രഹം നമുക്ക് മാത്രമല്ല നമ്മുടെ സന്തതികൾക്കും ലഭിക്കാനിടയായി തീരും. നമ്മൾ പ്രാർത്ഥിക്കുന്നൊന്നും വൃഥാവല്ല. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവേ, ഇന്ന് പ്രാർത്ഥന ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ആരെല്ലാം ദൈവസന്നിധി കണ്ണുനീരൊഴുക്കുന്നോ അവർക്ക് പ്രതിഫലമുണ്ട് നിശ്ചയം. ഈ ദിനങ്ങളിൽ ഉറപ്പോടെ നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നതാകിയാൽ നന്ദിയോട് സ്തോത്രം കർത്താവേ. ഇന്നത്തെ വചനം ഓരോ മക്കളെ ഉറപ്പിക്കുന്ന വചനമായി തീരുവാൻ, അപ്പനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന അനുഭവമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിൽ തരുന്നു. അപ്പച്ചൻ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.